എല്ലാവർക്കും നമസ്കാരം. ആദംസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സിനിമ തുടങ്ങുന്നതിന് മുൻപ് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ ആയിരിക്കണം അതിനെക്കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒരു സിനിമ നമുക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കഥയൊക്കെ നമുക്കുണ്ട്. നമ്മുടെ മനസ്സിലൊരു കഥയുണ്ട്. അപ്പോൾ ആ കഥ നമുക്ക് ഒരു സിനിമയാക്കണം. ഇതാണ് നമ്മുടെ ഒരു ആവശ്യം. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കഥ നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു കഥ നമ്മൾ തയ്യാറാക്കി ഒരു സ്ക്രിപ്റ്റ് രൂപത്തിൽ നമ്മളൊന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഇതിനെ സ്ക്രിപ്റ്റ് റൈറ്ററുടെ അടുത്ത് കൊണ്ടുപോയി, നമുക്ക് അത്രത്തോളം അറിവില്ലെങ്കിൽ നമ്മളൊരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ അതിനൊരു ഓർഡറാക്കി അതിനൊരു സ്ക്രീൻ പ്ലേ ആക്കി മാറ്റണം. അതായത് ഇതിൻ്റെ ഡയലോഗൊക്കെ എഴുതി ആവശ്യമായിട്ടുള്ള ഡയലോഗ് മാത്രം എഴുതി കുറേ എഴുതി അതിൻ്റെ അവസാനം ഒരു രത്ന ചുരുക്കമായിട്ട് നമ്മളൊരു നല്ലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ ആർക്ക് വായിച്ചിരുന്നിരുന്നാലും ഇതൊരു സിനിമയാക്കാൻ കൊള്ളാം എന്നുള്ള തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് നമ്മൾ തയ്യാറാക്കുക. രണ്ടാമതായിട്ട് ഇതിൻ്റെ ഒരു ഓൺലൈൻ തയ്യാറാക്കുക. ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഉണ്ടാവുമല്ലോ. അതായത് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കഥ എങ്ങനെ പറയാം, അതാണ് അതിൻ്റെ ഒരു ഓൺലൈൻ എന്ന് പറയുന്നത്. ഈ ഓൺലൈൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആർട്ടിസ്റ്റിൻ്റെ അടുത്തോ നമുക്ക് പ്രൊഡ്യൂസറിനെയോ കാണാനൊക്കെ പോകുമ്പോൾ നമുക്ക് അവരോടൊരു കഥ പറയണമല്ലോ. അപ്പോൾ നമ്മൾ ഈ 2 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ ഈ 2 മണിക്കൂറും ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ 2 മണിക്കൂറുള്ള ഈ ഒരു സിനിമ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ പറഞ്ഞു തീർക്കണം. അപ്പോൾ അതിനെയാണ് ഓൺലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തരത്തിൽ ഒരു ഓൺലൈൻ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് ഒരു രണ്ടാമത്തെ ഘടകം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ സിനിമയുടെ സ്ക്രിപ്റ്റ് ലോക്കാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ശരിയായി. ഇനി പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട് സാധിക്കും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിനിമാ മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ള ഏതെങ്കിലും പ്രൊഡക്ഷൻ കൺട്രോളർമാരെ നമ്മൾ സമീപിക്കുക. അപ്പോൾ അവരോട് നമ്മുടെ ആവശ്യം പറഞ്ഞിട്ട്, അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളത്, അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കണം. ഒരു ആർട്ടിസ്റ്റിന് നമ്മൾ എത്ര രൂപ കൊടുക്കണം, നമ്മൾക്ക് കഥ ഉണ്ടാകുമല്ലോ. അപ്പോൾ പ്രധാനമായിട്ട് ഈ കഥയിൽ നമ്മൾക്ക് ആരൊക്കെയാണ് അഭിനയിപ്പിക്കേണ്ടുന്നത് എന്നുള്ള കാര്യം നമ്മളൊരു തീരുമാനത്തിലെത്തണം. പിന്നെ ഇതിന് എവിടെയൊക്കെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ സഹായമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് നമുക്ക് ഇട്ട് തരുന്നതിന് പ്രധാനമായിട്ടും നമ്മെ സഹായിക്കുവാനായിട്ട് സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാമായിരിക്കും, അപ്പം നമ്മുടെ ആവശ്യം ഈ ഒരു സിനിമയിലൊരു മെയിൽ ക്യാരക്ടറിന് ഇന്ന ഒരാളിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫീമെയിൽ ഇങ്ങനെ ഒരു വ്യക്തി ആയിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഈ സിനിമ ഇന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്യണം, കേരളത്തിൻ്റെ പുറത്താണ് ഷൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്താണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മളെ നന്നായിട്ട് സഹായിക്കാനായിട്ട് സാധിക്കും. ബഡ്ജറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രൊഡ്യൂസറിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരു പ്രൊഡ്യൂസറിനെ കണ്ടെത്തുക എന്നുള്ളത്. നമ്മുടെ കഥ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൊഡ്യൂസർ മുന്നോട്ട് വരികയുള്ളൂ. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നാലും ബിസിനസ്സാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ്, കലയാണ്. പക്ഷേ എങ്കിലും കാശ് മുടക്കുന്ന ആൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ലാഭം കിട്ടത്തക്ക രീതിയിൽ മാത്രമേ കാശ് മുടക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് അതെന്തൊക്കെയായിരിക്കാം സാധ്യതകൾ എന്നായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. ഈ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര രൂപ ലാഭം കിട്ടും, ഇതെവിടെയൊക്കെ നമുക്ക് ബിസിനസ് നടത്തുവാനായിട്ട് സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവും നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചും മനസ്സിലാക്കിയിരിക്കണം. ഈ സിനിമ നമുക്ക് തിയേറ്ററിൽ ഓടിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ OTTയിൽ ഓടിക്കാൻ സാധിക്കുമോ, പിന്നെ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നമുക്കിതിനെ ബിസിനസ്സാക്കി മാറ്റാം ഒരു കാര്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ പ്രൊഡ്യൂസറുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസർ അപ്പോൾ നമ്മൾ ഏകദേശം കുറേ അലയുമ്പോൾ മാത്രമേ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയിട്ട് നമ്മളൊരു പ്രൊഡ്യൂസറിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രൊഡ്യൂസർ
ഓക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പടം ചെയ്യുവാനായിട്ട്, ഈ ഒരു സിനിമ ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്ന് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ, പിന്നെ അടുത്ത ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോങ്ങിന് പ്രാധാന്യമുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ, ഈ കഥ എഴുതുമ്പോൾ തന്നെ ഇതിനൊരു സോങ് വേണം, ഒരു ഡിബേറ്റ് സോങ്ങോ അല്ലെങ്കിൽ എന്തോ ഇഷ്ടമുള്ള നമുക്കൊരു സോങ് ആവശ്യമുണ്ട്, ചിലപ്പോൾ ആവശ്യമില്ലായിരിക്കാം. സോങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സോങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത്. സോങ് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതിന് എന്തൊക്കെയാണോ ചെയ്യേണ്ടുന്നത് ആ തരത്തിലുള്ള കാര്യങ്ങൾ ഒരു മ്യൂസിക് ഡയറക്ടറിനെ കണ്ടെത്തണം, പിന്നെ പാട്ട് എഴുതണം, അതിനെ ട്യൂൺ ചെയ്യണം, അതിന് ഓർക്കസ്ട്രേഷൻ കൊടുക്കണം, അതിനെ സ്റ്റുഡിയോയിൽ കൊണ്ട് പാടി അതിൻ്റെ ഒരു ട്രാക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണം. ഇന്ന് പ്രധാനമായിട്ടും എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ടാണ്. ഒരു ഡയറക്ടർ, ക്യാമറാമാൻ, മ്യൂസിക് ഡയറക്ടർ, എഡിറ്റർ എല്ലാം ഇങ്ങനെ കുറച്ച് പേര് ഒരുമിച്ച് ചേർന്നിട്ടായിരിക്കും ഒരു സിനിമ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളിങ്ങനെ ഒരാളാണ് ഇതിൻ്റെ ഒരു മുൻകൈ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്യാമറാമാനെ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡ്യൂസറിൻ്റെയും അറിവോടുകൂടി തന്നെ നമ്മളൊരു ക്യാമറാമാനെ ഫിക്സ് ചെയ്യുക, പിന്നെ ഒരു എഡിറ്ററിനെ ഫിക്സ് ചെയ്യുക, പിന്നെ ആർട്ട് ഡയറക്ടറെ ഫിക്സ് ചെയ്യുക, മ്യൂസിക് ഡയറക്ടറിനെ ഫിക്സ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ നമ്മൾ കാണുക എന്നുള്ളതാണ്. എന്താണ് ലൊക്കേഷൻ കാണുന്നതിനുള്ള പ്രാധാന്യം? എന്തിനാണ് നമ്മൾ ലൊക്കേഷൻ കാണുന്നത്? ആരൊക്കെയാണ് ലൊക്കേഷൻ കാണുന്നത്? ലൊക്കേഷൻ കാണേണ്ടുന്നത് ആർട്ട് ഡയറക്ടറും, അസോസിയേറ്റ് ഡയറക്ടർ, ആർട്ട് അസോസിയേറ്റ് ഡയറക്ടർ, കോസ്റ്റ്യൂം ഡയറക്ടർ, ക്യാമറാമാൻ. അപ്പോൾ ഇത്രയും പേരും എന്തായിരുന്നിരുന്നാലും സ്ക്രിപ്റ്റ് വായിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് പൂർണ്ണമായിട്ടും ഇത് എവിടെയൊക്കെ ഷൂട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ലൊക്കേഷൻ കാണണമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് സമയം ലാഭമാക്കി തീരുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. ഷൂട്ടിംഗ് സമയത്ത് എളുപ്പമാക്കി തീർക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഈ എല്ലാ ലൊക്കേഷൻ, സ്ക്രിപ്റ്റ് അനുസരിച്ചുള്ള എല്ലാ ലൊക്കേഷനും കണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ലൊക്കേഷൻ കണ്ടിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാമറാമാൻ അദ്ദേഹത്തിന് ക്യാമറ എവിടെയൊക്കെ ആംഗിൾ വെക്കാൻ പറ്റും, ഏതൊക്കെ ആംഗിളിൽ ഈ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് ഏതൊക്കെ ആംഗിളിൽ ക്യാമറ ചെയ്യാം, ഏതൊക്കെ ആംഗിളിൽ ക്യാമറ വയ്ക്കാം, എവിടെയൊക്കെ ലൈറ്റ് ഫിക്സ് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആ സമയം തന്നെ അതെല്ലാം മാർക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ക്യാമറ മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വീഡിയോ ആയിട്ടോ സ്റ്റില്ലാക്കിയോ ഒക്കെ എടുക്കാൻ സാധിക്കും. ഇത് ഈ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീടാണ് ഷൂട്ട് ചെയ്യുന്നത്, ആ വീടിനകത്ത് എന്തൊക്കെ എവിടെ ലൈറ്റ് വെക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ അപ്പോൾ തന്നെ അവരുണ്ടാക്കി അതിനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കും. ആർട്ട് ഡയറക്ടറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീടിനകത്താണ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീടിനകത്ത് എന്തൊക്കെ വസ്തുക്കൾ ആവശ്യമുണ്ട്, ആർട്ട് പരമായിട്ട് എന്തൊക്കെ വെക്കണം, ഗ്ലാസ് വെക്കണമോ, ടേബിൾ ഇടണമോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിക്സ് ആക്കും. അപ്പോൾ ആർട്ടിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആ കാര്യങ്ങളെല്ലാം റെഡിയാക്കി അപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് വയ്ക്കും. കോസ്റ്റ്യൂം ഡയറക്ടറിന് ആ സീനിന് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ ആർട്ടിസ്റ്റ് അവിടെ ഉണ്ടോ, അപ്പോൾ അവർക്ക് ഏതൊക്കെ കോസ്റ്റ്യൂം വേണം, ഏതൊക്കെ തരത്തിലുള്ള കോസ്റ്റ്യൂം ആയിരിക്കും, അപ്പോൾ അവർ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കോസ്റ്റ്യൂം ആയിരിക്കും ആവശ്യം, അല്ലെങ്കിൽ ലൊക്കേഷൻ പുറത്തുള്ള ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏതൊക്കെ വസ്ത്രമായിരിക്കും ആവശ്യമുള്ളത് എന്നുള്ള ഡ്രസ്സ് ആവശ്യമായിട്ടുള്ളതെന്നൊക്കെ അവർക്കും അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇവരെല്ലാവരും പ്രധാനമായിട്ടും ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണണമെന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം അല്ലെങ്കിൽ ഷൂട്ട് ആരംഭിക്കുമ്പോൾ ഇവർക്കിതെല്ലാം എളുപ്പമായിരിക്കും. അതിനു മുൻപായിട്ട് ഇവർക്കിതെല്ലാം നേരത്തെ കളക്ട് ചെയ്ത് വെക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഷൂട്ടിംഗ് സമയത്ത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഏകദേശം ഷൂട്ട് തുടങ്ങുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏറെക്കുറെ നമുക്ക് ആയിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ ആർട്ടിസ്റ്റാണ് അഭിനയിക്കുന്നത്, അപ്പോൾ അവരെയൊക്കെ നമ്മൾ നേരിട്ട് പോയി കണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ടോക്കൺ അഡ്വാൻസ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ എത്ര ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഓരോ ആർട്ടിസ്റ്റിനെയും നമ്മൾ കണ്ട് നമ്മൾ ഇന്ന ദിവസമാണ് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത്, നിങ്ങളുടെ സീൻ ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ നിങ്ങൾക്ക് എത്ര ദിവസം വേണ്ടി വരും അഭിനയിക്കുവാനായിട്ട്, നിങ്ങൾക്ക് ഇപ്പോൾ 2 ദിവസം മതി എങ്കിൽ ആ 2 ദിവസം ഫിക്സ് ചെയ്യുക. അപ്പോൾ അത് ഈ അസോസിയേറ്റ് ഡയറക്ടറും അസിസ്റ്റൻറ്റ് ഡയറക്ടറും എല്ലാം കൂടി ചേർന്നിരുന്ന് ആ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കണം. ഓരോ സീൻ ബൈ സീനായിട്ട് ഇന്ന് എത്ര സീൻ ഷൂട്ട് ചെയ്യണം,
അപ്പോൾ ഇതും നേരത്തെ ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും ഒക്കെ ഇരുന്ന് തീരുമാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എത്ര ദിവസം കൊണ്ട് ഷൂട്ട് തീർക്കേണ്ടി വരും, ഒരു ദിവസം എത്ര സീൻ ഷൂട്ട് ചെയ്യണം, ഒരു ദിവസം ഏതൊക്കെ ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്യേണ്ടുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ അസോസിയേറ്റ് ഡയറക്ടറും കൂടി ഇരുന്ന് ചാർട്ട് ചെയ്ത് വളരെ കൃത്യമായിരിക്കും. അപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു 17 ദിവസം കൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. 17 ദിവസം കൊണ്ട് ഷൂട്ട് തീർക്കണം എന്നങ്ങനെയൊന്നുമില്ല. ഞാനതൊരു ഉദാഹരണം പറഞ്ഞതാണ്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നീട്ടാനും സാധിക്കും, ചുരുക്കാനും സാധിക്കും. പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പ്രൊഡക്ഷൻ ഡിസൈനർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് നിയമിക്കാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ചിലവ് ചുരുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ദിവസം ഷൂട്ട് മുടങ്ങിക്കഴിഞ്ഞാൽ എന്തുമാത്രം രൂപ ഒരു പ്രൊഡ്യൂസറിന് നഷ്ടമാകും. അപ്പോൾ അത് നമ്മൾ അതിനിടവരുത്താതെ ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം നേരത്തെ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി അടുത്ത് ചെയ്യേണ്ടുന്നത് ഷൂട്ടിംഗ് ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് അതിനാവശ്യമായിട്ടുള്ള വെഹിക്കിൾസ് വേണം, വാഹനങ്ങൾ സൗകര്യം ഉണ്ടായിരിക്കണം, ആർട്ടിസ്റ്റിനെ വിളിക്കുവാനും ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകാനും ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ വേണ്ടി വരും. പിന്നെ ഫുഡ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് ആരെ ഏൽപ്പിക്കണം, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിനെ അതിനെ ഫുഡ് ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്, ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഒരു സ്പോട്ട് എഡിറ്റർ ഉണ്ടായിരിക്കണം. പിന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എ ടു ഇസഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മളൊരു ചാർട്ടിംഗ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ദിവസം, ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് സിനിമ ഷൂട്ട് ചെയ്ത് തീർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഷൂട്ടിംഗ് നമുക്ക് ധൈര്യമായിട്ട് തുടങ്ങാവുന്നതാണ്. ഇങ്ങനെ ചാർട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെയധികം സാമ്പത്തിക ലാഭം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പിന്നെ ഒരു ടൈം പീരീഡ് ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു ദിവസം 6 മണിക്ക് തന്നെ രാവിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തി 7-8 മണിക്കെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 8 മണിക്കെങ്കിലും ഷൂട്ടിംഗ് തുടങ്ങുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു സിനിമ ഷൂട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടാതെ എങ്ങനെ സിനിമയിലേക്ക് കടന്നു വരാം എന്നതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ നിർദ്ദേശിക്കുക. എന്തുണ്ടെങ്കിലും കമൻ്റായിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എന്നൊരു അപേക്ഷ കൂടെയുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.